ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷെഫ്സ് റെസിപ്പീസ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സ്പൈസിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്ത് വളരെ വേഗം റെഡിയാക്കി എടുക്കാവുന്ന ഈ ഒരു സൈഡ് ഡിഷിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തക്കാളി ചട്നിക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. മീഡിയം സൈസിലുള്ള തക്കാളി 2 എടുത്തിട്ടുണ്ട്. ചെറിയൊരു സവാള, എരിവിനാവശ്യമായ ഒരു പച്ചമുളക്, 2 പീസ് ചെറിയുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി. വെജിറ്റബിൾസ് എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് ചോപ്പ് ചെയ്തെടുക്കുക. ഇവിടെ 2 തക്കാളിക്ക് 1 സവാള എന്ന ക്രമത്തിൽ എടുക്കുക. ഒരു വെജിറ്റബിൾ ചോപ്പർ യൂസ് ചെയ്ത് വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. 2 തക്കാളിയും ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നന്നായി പഴുത്ത തക്കാളി ഇതിനായിട്ട് യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഈ തക്കാളി പീസസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് ഈ തക്കാളി പീസസ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒരു പേസ്റ്റ് ഫോമിലാക്കി എടുക്കുക. അപ്പോൾ തക്കാളിയുടെ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള തക്കാളി പേസ്റ്റ് റെഡിയാക്കി എടുക്കുക. തക്കാളി ബ്ലെൻഡ് ചെയ്യുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കാൻ പാടില്ല. ടൊമാറ്റോ പേസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചോപ്പ് ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരു ഫ്രൈ പാനിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു അയൺ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ആഡ് ചെയ്യുക. ദെൻ കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കുറച്ച് ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില, കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യുക. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണൽ ആണ്. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. വെജിറ്റബിൾസിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്യുക. സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യുക. ഇപ്പോൾ തക്കാളി ചട്നിയുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സൈഡ് ഡിഷാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എനിക്ക് കമൻസ് ആയിട്ട് ഷെയർ ചെയ്യുക. ഇന്ന് ഗോതമ്പ് ദോശയുടെ കൂടെ ഈ ഒരു ടൊമാറ്റോ ചട്നി ട്രൈ ചെയ്യുകയാണ്. നല്ലൊരു കോമ്പിനേഷനാണ്. ഗോതമ്പ് ദോശയോടൊപ്പം ഈ ഒരു ടൊമാറ്റോ ചട്നി സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് ദോശ പോലെ തന്നെ ചപ്പാത്തി, അപ്പം, പൂരി, ഇടിയപ്പം ഈ ഐറ്റംസിനോടൊപ്പം ഈ ഒരു ടൊമാറ്റോ ചട്നി ബെസ്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ടൊമാറ്റോ ചട്നി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് റെഡിയാക്കുന്നതിനായിട്ട് അധിക ടൈമൊന്നും വേണ്ട. ടൊമാറ്റോ ചട്നി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് പിറ്റേ ദിവസവും യൂസ് ചെയ്യാവുന്നതാണ്.
മറ്റൊരു വീഡിയോയിൽ നെക്സ്റ്റ് ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.